വയനാട് കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. പനിയും വയറിളക്കവും ഛർദിയും കാരണം 40-ലധികം വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കാളിദാസൻ ദേവദത്തം വയനാട് ചേരുന്നു. കാളി, ഏതെങ്കിലും തരത്തിൽ ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളുണ്ടോ? അതോ നാട് മുഴുവൻ പനിയാണ്? പനിയും തലവേദനയും മാറാത്ത ചുമയും ഒക്കെയായി നാട് മുഴുവൻ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത്രയധികം കുട്ടികൾക്ക് ഒരേ സമയം ഇനി വൈറൽ പനിയാണെങ്കിൽ അത് വരുമോ എന്ന ചോദ്യമുണ്ട്. കാളി അതുതന്നെയാണ് ഹാഷ്മി. അത്തരത്തിലൊരു ഒരുപാട് കുട്ടികൾ 40-ലധികം കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യമടക്കം നേരിട്ടിരിക്കുന്നു. പനി, ഛർദി, അത്തരത്തിലുള്ള വയറിളക്കം, ഇത്തരത്തിലുള്ള നിരവധി ലക്ഷണങ്ങളൊക്കെ തന്നെ കാട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ നിരവധി കുട്ടികളുണ്ട്. ഇതല്ലാതെ തന്നെ വിവിധ ആശുപത്രികളിലായി 40-ലധികം കുട്ടികളാണുള്ളത്. ഈ ഒരു നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പോലും കുട്ടികളൊക്കെ ലക്ഷണങ്ങൾ കണ്ടെത്തിയ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഈ ആശുപത്രിയിലേക്ക്. അങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് ജില്ലാ ആരോഗ്യ വകുപ്പിൻ്റെ അധികൃതരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സുൽത്താൻ ബത്തേരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടെ എത്തി സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഇന്നലെ 15 കുട്ടികളോളം വൈകിട്ടോടെ 15ഓളം കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോളിയാടി AUP സ്കൂളിലെ കുട്ടികൾക്കാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ എന്ന തരത്തിൽ ഒരു സംശയം എന്നുള്ളത്. എന്തായാലും ബ്ലഡ് കൾച്ചർ അടക്കം കണ്ടെത്തിയ ശേഷം ഒരു പ്രാഥമിക നിഗമനം എന്നുള്ളൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുണ്ട്. എന്താണ് സാഹചര്യം? ഇതൊന്നുമില്ല, സീരിയസ് ഒന്നുമല്ല. കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഛർദിയുണ്ട്, വയറിളക്കമുണ്ട്, പനിയുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് പോയ്സൺ ആണോ എന്ന് പറയാൻ കഴിയില്ല. ഫുഡ് പോയ്സൺ ആണെങ്കിൽ ഇവിടുന്ന് കഴിക്കാത്ത കുട്ടികൾക്കും ഉണ്ട്. നല്ല പനിയാണ് തുടക്കത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വയറിളക്കമുണ്ട്, ചില കുട്ടികൾക്ക് ഛർദിയുണ്ട്. അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ഇല്ല. അല്ല, വേണ്ട വിധത്തിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. അത്യാഹിത വിഭാഗത്തിന് പുറത്ത് ഒരു വാർഡ് സെറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ അങ്ങോട്ട് പ്രത്യേകം സജ്ജീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു ഹോസ്പിറ്റലിലെ PRDമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. എത്രത്തോളം എത്ര കുട്ടികളുണ്ട്? വിവിധ ആശുപത്രികളെ കൃത്യമായൊരു കണക്കറിയില്ല. ഇന്നലെ 15 കുട്ടികളെ ഇവിടെ IP ഉണ്ട്. മറ്റുള്ള കുട്ടികളൊക്കെ അസംഷനിലുണ്ട്, അമ്പലവയൽ ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. കൃത്യമായൊരു കണക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായൊരു കണക്ക് കിട്ടിയിട്ടില്ല. പ്രാഥമികമായി ഡോക്ടർമാർ പറയുന്ന ഇതാണ്. കാരണം കൾച്ചറിന് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് വന്നാലേ അവർക്കും കൃത്യമായൊരു മറുപടി പറയാൻ കഴിയൂ എന്ന് ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കും ഉണ്ട്. അതുകൊണ്ട് ഭക്ഷ്യവിഷബാധയാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതാണ് സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസൾട്ടിന് അയച്ചിട്ടുണ്ട്. റിസൾട്ട് വന്നാലേ കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്, സെറ്റാണ്. വേറെ കൂടുതലായി ഒന്നും ഇല്ല. നോർമലാണ് കുട്ടികൾ, സീരിയസ് ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നുള്ളതും കൂടിയാണ്. അധികൃതർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോടിപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഈ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. കുട്ടികളൊക്കെ ഓരോ നിമിഷമായി എത്തിക്കൊണ്ടിരിക്കുന്നു. ദേഹാസ്വാസ്ഥ്യമുണ്ട് കുട്ടികൾക്ക്. പനി, ഛർദി, വയറിളക്കം, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അവർ പറയുമ്പോൾ 40-ലധികം വിദ്യാർത്ഥികൾക്ക് പനി, വയറിളക്കം, ഛർദിയൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് കാരണം എന്ന് ഇതിനോട് അറിയണ്ടേ? ഇപ്പം ശരിയാണ്, കുട്ടികളുടെ സാമ്പിൾ ഈ പറയുന്ന എന്താണ് സ്രവ പരിശോധനയിലൊക്കെയാണ് അത് വ്യക്തമാകേണ്ടതെന്ന് പറയുമ്പോഴും എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? 40 കുട്ടികൾക്ക് പനി, വയറിളക്കം, ഛർദി ഒരേ സമയം വരുന്നു. ചെറിയ കാര്യമാണോ കളി? ഒരിക്കലുമല്ല ഹാഷ്മി, ഒരിക്കലുമല്ല. ചെറിയ കാര്യമല്ല, അത്രത്തോളം ഗുരുതരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ നിമിഷവും അനുനിമിഷവും നമ്മളത് എന്താണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്, എന്താണ് ഡോക്ടർമാർ ഇതിലൊരു മറുപടി, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണെന്നുള്ളത് പറയാൻ സാധിക്കൂ എന്നുള്ളതാണ്. എന്നാലും പ്രാഥമികമായി ഡോക്ടർമാരെ അറിയിച്ചത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കോളിയാടി AUP സ്കൂളിൽ പഠിക്കുന്ന മാർ ബസേലിയോസ് AUP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു ദേഹാസ്വാസ്ഥ്യമുണ്ട്. പക്ഷേ അവിടെ നിന്ന് കഴിക്കാത്ത കുട്ടികൾക്കും ദേഹാസ്വാസ്ഥ്യം ഉള്ളത് കൊണ്ട് തന്നെ എത്തരത്തിലാണ് ഈ ഒരു ദേഹാസ്വാസ്ഥ്യം വന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ഒരു സാഹചര്യമാണ്. എന്തായാലും ഉടനെ തന്നെ ഒരു മറുപടി അധികൃതർ തന്നെ നൽകണം. ആരോഗ്യവകുപ്പ് കൃത്യമായി തന്നെ ഇടപെട്ട് എത്രയും പെട്ടെന്ന് എന്താണ് ഇതിൻ്റെ ഇനി ഒരു പരിണിത ഫലം എന്താണെന്നുള്ളത് അറിയാനുള്ള അല്ലെങ്കിൽ പരിണിത ഫലം എന്താകുമെന്നുള്ളൊരു ആശങ്കയൊക്കെ പലരിലും ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു, അധികൃതരൊക്കെ തന്നെ സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ ഡോക്ടർമാർ ഔദ്യോഗികമായി പുറത്തുവിടുമെന്നുള്ളതാണ്. ഹാഷ്മി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.